താരസംഘടനയായ അമ്മ, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അമ്മയിലെ തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ രാജിവെച്ച് പോയി, പണിരംഗങ്ങൾ രാജിവെച്ച് പോയി. അങ്ങനെ ഒരു വിഷയങ്ങൾ അറിഞ്ഞു. രമേഷ് പിഷാരടി എന്ന നേതൃത്വമുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ അംഗമാകുന്നു. ടിനി ടോം, അൻസിബ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കത്തിക്കുന്നു കാര്യങ്ങളൊക്കെ. ലോകത്തിൽ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് മലയാള സിനിമ. ലോകോത്തര നിലവാരമുള്ള എഫക്റ്റുകൾ, സ്റ്റോറി ലൈനുകൾ ഒക്കെ നമ്മൾ ലോക സിനിമയ്ക്കൊരു മാതൃകയാണ് മലയാള സിനിമ. പക്ഷേ ആ മാതൃകയാവുന്ന മലയാള സിനിമയുടെ ഒരു അംഗത്വം അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ എന്നറിയപ്പെടുന്ന അമ്മ വേസ്റ്റ് ഓഫ് ഫിലിം ഇൻഡസ്ട്രി എന്ന് വേണം പറയേണ്ടത്. ഇത്രയും വൃത്തികെട്ട ഒരു താരസംഘടന വേറെ ഇല്ല. നിലവാരം നഷ്ടപ്പെടുന്നൊരു താരസംഘടന. എന്തിനാണ് ഇങ്ങനൊരു സംഘടന? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇത്രയും പല 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 മോശമായ പ്രശ്നങ്ങളും മറ്റ് ഇൻഡസ്ട്രിക്കാർ നമ്മളെ പുച്ഛിക്കുന്ന പോലത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, അങ്ങോട്ട് പാരവെപ്പ് ഇങ്ങോട്ട് പാരവെപ്പ്, തമ്മിത്തല്ല്, അപവാദം പറഞ്ഞുണ്ടാക്കൽ, എന്താണ് ഇവരൊക്കെ ഇവിടെ കന്ന് കാണിക്കുന്നത്? ജനങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു പ്രമുഖ താരങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിനുള്ള ഒരെണ്ണത്തിനും ഒരു മാന്യതയും ഞാൻ കാണുന്നില്ല. വെറുതെ കുതികാല് വെട്ടാനും തമ്മിത്തല്ലല്ലാതെ ഈ ഒരു സംഘടന കൊണ്ട് ഇപ്പോൾ എന്താണ് ആവശ്യം? ഇനി ഞാൻ സത്യമായ ഒരു കാര്യം പറയുകയാണ്. ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി അമ്മയുടെ തലപ്പത്തുണ്ടാകുന്ന സമയത്ത് അന്ന് രൂപീകരിച്ചൊരു കൂട്ടായ്മ പെർഫെക്റ്റ് ആയിരുന്നു. 2020 പോലെ സിനിമ ഇറക്കുന്നു, അത് ഹിറ്റാവുന്നു, പിന്നെ അങ്ങോട്ട് ഈ സംഘടന വളരുന്നു. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചൊരു ഒറ്റ വ്യക്തി ദിലീപ്. അദ്ദേഹത്തിനെതിരെ വ്യാജ കേസും പരാതിയും ഉണ്ടാക്കി അങ്ങനെ ചാടിച്ച് അന്ന് തൊട്ട് ഈ സംഘടന തകരുകയും ചെയ്തു. ഇവിടുത്തെ പ്രമുഖന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയെ പോലെ ആൾക്കാരൊക്കെ എന്താ ഇതിൻ്റെ തലപ്പത്താത്ത കാര്യം എന്താണ്? എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്നില്ല? ഇത് അവർക്ക് താല്പര്യമില്ലാത്തുള്ള കാര്യമുണ്ട്, ഏറ്റെടുക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. ഇത്രയും വൈകൃതമായ, വിചിത്രമായ, മോശമായ ഒരു താരസംഘടന, അതൊക്കെ ദിലീപിൻ്റെ ആ ഒരു കാലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു ആ ഒരു പുള്ളിയെ തിരിച്ചുകൊണ്ടുവരണം. ദിലീപിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു ഒരു പവർ അല്ലെങ്കിൽ ഒരു നല്ല വഴിക്ക് ഈ കാര്യങ്ങളൊക്കെ നീങ്ങത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ സംഘം പോലും ഒരു നല്ല നടപ്പ് അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളൊന്നും ഇതൊക്കെ മറ്റ് ഇൻഡസ്ട്രി മുമ്പ് നാണക്കേടാൻ പറ്റുന്നില്ല. കുറേ നാളായി ടിനി ടോം, അൻസിബ, പാരവെപ്പ്, സ്ഥലം മാറ്റുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇതിനൊക്കെ അവസാനം എന്താണ്? ഒരു വളരെ രീതിക്ക് മോശമായിട്ടാണ് നമ്മൾ ഈ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം വെച്ചിട്ട്. ഇനിയെങ്കിലും നല്ല തലപ്പത്തിരുത്താൻ വേണ്ടി പറ്റിയ കുറച്ച് ആൾക്കാരൊക്കെ അറിവും വിവരവും മാന്യതയും ഒക്കെയുള്ളവരും അംഗങ്ങളൊക്കെ അങ്ങനെയായിട്ട് മാറിക്കാൻ നമ്മൾ മറ്റ് ഇൻഡസ്ട്രിക്ക് ഒരു മാതൃകയായിട്ട് മാറുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കിത്ര പറയാൻ വേണ്ടിയുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു യോഗ്യത നിലവാരത്തിലില്ലാതെ തലപ്പത്തിരുത്തി ഇനിമേൽ പ്രശ്നങ്ങളായിട്ട് ഈ സംഘടന തകരരുത്. അതുകൊണ്ട് ഇങ്ങനൊരു സംഘടന നിൽക്കണമെങ്കിൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭാരവാഹികളും അംഗങ്ങളും എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് മുന്നോട്ട് പോകണം. അല്ലാതെ ഒരാളെ പാരവെപ്പും ആടിയും പിടിക്കാട്ട് മറ്റ് ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രി നാണം കെടുത്തത്. കാരണം ലോകോത്തര നിലവാരമുള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം വെച്ച് ഇനിയെങ്കിലും നല്ല വ്യക്തികളെ കൊണ്ട് തലപ്പത്തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ദിലീപിനെപ്പോലുള്ള ആൾക്കാരെ അച്ചിരി കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെ കൊണ്ടിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. നിലവിലിപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം എനിക്ക് തോന്നുന്നു. ഭയങ്കര മോശം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഇൻഡസ്ട്രി നാണം കെട്ടൊരു ഇൻഡസ്ട്രിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന മുഖാന്തരം. ഇത്ര എനിക്ക് പറയുള്ളൂ.